നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ 4 ബൂത്തുകളിൽ പുനർവോട്ടെടുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ വോട്ടിംഗ് ശതമാനം 95% കൂടുതലായിരുന്നു. ഈ ബൂത്തുകളിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതും വ്യാജ വോട്ടിംഗ് നടന്നതുമാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് കുന്നികൃഷ്ണൻ ഈ അനിയമങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഗുരുതരമായ ആശങ്ക അറിയിച്ചു. കണ്ണൂരിലെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് ആത്മഹത്യ ചെയ്തു. ഫാക്കൽറ്റി അംഗങ്ങളും വാർഡനും ഗുരുതരമായ പീഡനം നടത്തിയതായി അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നു. പൊതുവേദിയിൽ അപമാനിച്ചതും അമ്മയുടെ ചികിത്സയ്ക്കായി എടുത്ത കടവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും ഉൾപ്പെടുന്നതാണ് ആരോപണം. ഭീഷണിയുള്ളതായി പറയപ്പെടുന്ന ചോർന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവന്നിട്ടുണ്ട്. 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലോൺ ആപ്പ് ഇടപാടുകൾ ഉൾപ്പെടെ മുഴുവൻ സംഭവത്തിലും വിശദമായ അന്വേഷണം നടത്താൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിലെ കുറഞ്ഞത് 10 ജില്ലകളിൽ കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നിവ ഉൾപ്പെടെ ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പകൽ താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതലായിരിക്കുമെന്നതാണ് മുന്നറിയിപ്പ്. ചില പ്രദേശങ്ങളിൽ ഇത് 38 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. വൈറലായ കുംഭമേള ഗേൾ മൊനാലിസയുടെയും ഭർത്താവിന്റെയും അറസ്റ്റിനുമേൽ കേരള ഹൈക്കോടതി ഇടക്കാല സ്റ്റേ അനുവദിച്ചു. രേഖകൾ പ്രകാരം അവൾ പ്രായപൂർത്തിയാകാത്തവളാകാമെന്ന സൂചനയുണ്ട്. ഇതോടെ പോക്സോ നിയമവ്യവസ്ഥകൾ ബാധകമാകാനുള്ള സാധ്യത ഉയർന്നിട്ടുണ്ട്. പോവാർ പഞ്ചായത്ത് അവളുടെ പ്രായപൂർത്തിയാകാത്തതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെരമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ വലിയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. വിവാദമായ ഒരു ഓഡിയോ ക്ലിപ്പ് ഉപയോഗിച്ച് CPIM സാമുദായിക അടിസ്ഥാനത്തിൽ വോട്ടർമാരെ ധ്രുവീകരിച്ചുവെന്നാണ് UDF ആരോപണം. BJP പോലും ഇത്ര താഴ്ന്ന നിലയിലേക്ക് ഇറങ്ങില്ല എന്നാണ് UDF നേതാക്കളുടെ പരാമർശം. ഈ സംഭവം 2026 തെരഞ്ഞെടുപ്പുകളിൽ അഴുക്കായ പ്രചാരണ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കി. അടുത്ത കാലത്തെ ഏറ്റവും കൈബും വിഭജനാത്മകവുമായ തെരഞ്ഞെടുപ്പുകളിലൊന്നായി വിശകലകർ ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഏപ്രിൽ 9 നടന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലായി ഏകദേശം 78.27% പോളിംഗ് രേഖപ്പെടുത്തി. 1987 ശേഷമുള്ള രണ്ടാമത്തെ ഉയർന്ന പങ്കാളിത്തമാണിത്. ശക്തമായ വോട്ടിംഗ് തിരഞ്ഞെടുപ്പിന് ശേഷം വ്യാപകമായ വിശകലനങ്ങൾക്കും എല്ലാ മുന്നണികളുടെയും അവകാശവാദങ്ങൾക്കും വഴിവെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചരിത്രപരമായ 3ാമത്തെ തുടർച്ചയായ വിജയം LDF പ്രതീക്ഷിക്കുന്നു. അതേസമയം ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ UDF തിരിച്ചുവരവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ആലപ്പുഴയിലെ 25 വയസ്സുള്ള ഒരു യുവതി കായംകുളം KPAC ജംഗ്ഷനിലുണ്ടായ റോഡ് അപകടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഒരു പ്രാദേശിക വ്യാപാരി ലൈംഗികാതിക്രമം നടത്തിയതായി ആരോപിച്ചു. പ്രതി അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തിയതും അനാചാരമായി സ്പർശിച്ചതുമാണെന്ന് പരാതിയിൽ പറയുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സാക്ഷികളെ ചോദ്യം ചെയ്യുകയാണ്. മെഡിക്കൽ പരിശോധനയിലുണ്ടായ വൈകിപ്പും തന്റെ മൊഴി ശരിയായ രീതിയിൽ രേഖപ്പെടുത്താത്തതുമാണ് ഇരയുടെ ആശങ്ക. കോഴിക്കോട്ടെ ഒരാൾ മെക്സിക്കോയുടെ കടൽപരിധിയിൽ ഒരു ക്രൂയിസ് കപ്പലിൽ നിന്ന് വീണതിനെ തുടർന്ന് കാണാതായി. അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെ തിരച്ചിൽ തുടരുകയാണ്. കുടുംബം പിന്തുണയും വിവരങ്ങളും തേടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിദേശത്ത് ജോലി ചെയ്യാനോ യാത്ര ചെയ്യാനോ പോകുന്ന കേരളവാസികൾ നേരിടുന്ന അപകടങ്ങൾ വീണ്ടും ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നു. വയനാട്ടിലെ ഒരു കുന്നിൻ മുകളിൽ മുൻകൂർ അനുമതിയില്ലാതെ വേ ഓഫ് ക്രോസ് പ്രാർത്ഥന സംഘടിപ്പിച്ചതിന് ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു സംഘത്തിനെതിരെ കേരള വനം വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു. പരിസ്ഥിതിപരമായി അതീവ സംവേദനക്ഷമമായ പ്രദേശങ്ങളിൽ മതസ്വാതന്ത്ര്യവും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള സമതുലിതാവസ്ഥയെക്കുറിച്ച് ഇതോടെ ചർച്ചകൾ ഉയർന്നു. കണ്ണൂരിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഡെന്റൽ കോളേജിലെ 2 ഫാക്കൽറ്റി അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. പീഡനം, വിദ്യാർത്ഥിയുടെ കുടുംബ സാഹചര്യങ്ങളെ പരിഹസിക്കൽ, ലോൺ ആപ്പ് ബന്ധം തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. എല്ലാ വശങ്ങളും പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 1 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80-ലധികം സീറ്റുകൾ നേടുമെന്ന അവകാശവാദം ഉന്നയിച്ചു. പിണറായി വിജയൻ സർക്കാരിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് പ്രതീക്ഷയുടെ അടിസ്ഥാനമെന്ന് UDF നേതാക്കൾ പറഞ്ഞു. വീണ ജോർജ്, MP രാജേഷ് റോഷി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖ LDF നേതാക്കളുടെ പരാജയവും അവർ പ്രവചിച്ചു. CPIM-യുടെ മുതിർന്ന നേതാവ് MV ഗോവിന്ദൻ കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ തരംഗമില്ലെന്ന് പറഞ്ഞു. LDF 90-ലധികം സീറ്റുകൾ നേടുമെന്നും BJP അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞു. പ്രധാന മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഏപ്രിൽ 9 നടന്ന ഉയർന്ന പന്തയം നിറഞ്ഞ വോട്ടെടുപ്പിന് ശേഷം കണ്ണൂരിലെ പല പ്രദേശങ്ങളിലും സംഘർഷങ്ങളുണ്ടായി. ഒരു സംഭവത്തിൽ CPIM പ്രവർത്തകനെ കുത്തേറ്റതായി റിപ്പോർട്ട് ചെയ്തു. ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ കക്ഷികൾ അക്രമം, ബൂത്ത് തലത്തിലെ അനിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കേന്ദ്ര ബജറ്റ് 2026 കേരളം ഉൾപ്പെടെയുള്ള ഖനിജ സമ്പന്ന സംസ്ഥാനങ്ങൾക്കു വേണ്ടി സമർപ്പിതമായ അപൂർവ ഭൂഖനിജ കൊറിഡോർ പ്രഖ്യാപിച്ചു. ഖനനം, സംസ്കരണം, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഖനന മേഖലകൾ കേന്ദ്രീകരിച്ച പ്രദേശങ്ങളിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന പ്രതീക്ഷയും ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരളമായി മാറ്റാനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് രാഷ്ട്രീയ സാംസ്കാരിക ചർച്ചകൾ തുടരുകയാണ്. ഭാഷാ സാംസ്കാരിക തിരിച്ചറിവ് കൂടുതൽ പ്രതിഫലിപ്പിക്കാനാണ് ഈ നീക്കം. 2026 തിരഞ്ഞെടുപ്പിന് മുമ്പായി ശക്തി പ്രാപിച്ച ഈ നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ആവശ്യമാണ്. വിവിധ വശങ്ങളിൽ നിന്ന് മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾ മൂലം യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഏകദേശം 22 ലക്ഷത്തിലധികം കേരളവാസികളിൽ കുറഞ്ഞ വോട്ടിംഗ് രേഖപ്പെടുത്തിയതിൽ ആശങ്ക ഉയർന്നു. മലബാർ മേഖലയിലെ പല പ്രവാസി ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഇത് തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന വിലയിരുത്തലുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ കാലാവസ്ഥാ മാറ്റം, ആവർത്തിച്ചുള്ള മണ്ണിടിച്ചിലുകൾ, വനനശീകരണം, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയ ദീർഘകാല വിഷയങ്ങൾ 2026 കടുത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ തോതിൽ അവഗണിക്കപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്നു. നയപരമായ ചർച്ചകൾക്കു പകരം വ്യക്തിപരമായ ആക്രമണങ്ങളും സാമുദായിക പരാമർശങ്ങളുമായിരുന്നു കൂടുതൽ ശ്രദ്ധ നേടിയത്. പ്രശസ്ത മലയാളം ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് ലൈംഗികാതിക്രമ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നുവന്ന ഈ കേസ് പൊതുപ്രമുഖരെ സംബന്ധിച്ച വിവാദങ്ങളുടെ പട്ടികയിൽ കൂടി ചേർന്നു. എലിയാസ് എൽഡോസ് എന്ന യുവ സംഗീതജ്ഞൻ തിരുവനന്തപുരം സ്ഥിതമായ തന്റെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. മരണത്തിന്റെ സാഹചര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ ഗൂഢാലോചനയുടെ സാധ്യത തള്ളുന്നില്ല. കൂടുതൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ കാത്തിരിക്കുകയാണ്. ജമാഅത്ത്-ഇ-ഇസ്ലാമി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് മുതിർന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രനോട് പരസ്യമാപ്പും 1 കോടി രൂപ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് നിയമനോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് തിരഞ്ഞെടുപ്പ് പ്രസ്താവനകളിൽ നിന്നുള്ള നിയമതർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കി. BJP നയിക്കുന്ന NDA തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ സ്റ്റാർ റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ച് ശ്രമങ്ങൾ ശക്തമാക്കി. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന്റെയും UDFന്റെയും പരമ്പരാഗത ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന സാധ്യതകളായാണ് ഈ സീറ്റുകൾ വിലയിരുത്തപ്പെടുന്നത്. കേരള ഹൈക്കോടതി കൊളീജിയം 5 ജില്ലാ ജഡ്ജിമാരെ ഹൈക്കോടതി ബെഞ്ചിലേക്ക് ഉയർത്താൻ ശുപാർശ ചെയ്തു. ഇതിൽ ഒരാളായി ഹണിയം വർഗീസ് എന്ന പേരുമുണ്ട്. മുമ്പ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിരുന്ന അദ്ദേഹം നീതിന്യായ നിയമനങ്ങളെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. 2020 പാർട്ടി നേതാവ് സാബു ജേക്കബ് ചില പള്ളി നേതാക്കൾ FCRയെ സംബന്ധിച്ച വിവാദങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തതായി ആരോപിച്ചു. കേരളത്തിൽ മതപരവും ദാനപരവുമായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിദേശ ധനസഹായ ചട്ടങ്ങളെക്കുറിച്ചുള്ള വ്യാപക ചർച്ചയ്ക്ക് ഈ പ്രസ്താവന ഇടയാക്കി. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് കുട്ടനാട്ടിൽ UDF സ്ഥാനാർത്ഥി വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമിയും ഡിജിറ്റൽ പേയ്മെന്റുകളും വിതരണം ചെയ്തതായി ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി. ബാക്ക്വാട്ടർ ഭൂഗോളവും കൃഷിയും കൊണ്ട് പ്രശസ്തമായ ഈ പ്രദേശത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.